പുലി പിടിക്കില്ല? ചിലതിനൊക്കെ പുലി പിടിക്കും. 2 ദിവസം മുന്നേ അവിടെ ഒരു പോത്തിന് പുലി പിടിച്ചിട്ടുണ്ട്. അത് വെള്ളത്തിൽ കിടക്കണ്ടായിരുന്നു 2 ദിവസം മുന്നേ. ഇപ്പൊ ശരി കേട്ടോ. കഥപ്പാ കഥപ്പൊക്കെ തിരി കുറഞ്ഞു താഴ്ത്തിക്ക്. ഇതൊക്കെ കുരുമുളകാണ് കേട്ടോ, ഈ മരത്തിൽ കയറി കിടക്കുന്നത്. നിങ്ങൾ നട്ടാണോ പടർന്ന് പിടിച്ച? പടർന്ന് പിടിക്കാൻ ഞാൻ എന്നിട്ട് ഇത് എന്നിട്ട് ഞാൻ എന്നിട്ട് കാട്ടില് നടക്കുന്ന പറയും ഇതൊക്കെ കാണാറുണ്ട്. പിന്നെ അന്നേക്കാട്ടി മുന്നേ ഉള്ള പൂർവികരൊക്കെ നട്ടതൊക്കെ ആയിരിക്കാം. സാധാ കുരുമുളക് കാട്ടുകുരുമുളക് എന്ന് പറയും. ഇത് നല്ല കുരുമുളക? നല്ല കുരുമുളക് തന്നെ. അതിൽ പൂ ഇട്ടിട്ട് നിൽക്കണല്ലോ. ഇതല്ലേ? ഇവിടെ ഉണ്ട്. ഇത് മൊത്തം കുരുമുളകാണ്. ഇത് എടുക്കാൻ പറ്റും നമുക്കില്ലല്ലോ? കുരുമുളക് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷെ ഇപ്പൊ ഇതിലൊന്നും ഇല്ല. കാട്ടുമഞ്ഞളാണോ? അല്ലല്ലേ? അല്ലല്ലോ. എന്നിട്ടത് മഞ്ഞളുടെ പോലെ? മഞ്ഞളുടെ കൂവന്നൊക്കെ പറയുന്ന സാധനം. മഞ്ഞളിനെ അല്ലേ? ഒരു വൃത്തിയായിട്ട് നാട്ടല്ലേ വരാറ് ശരിക്കും? ആനക്കര അടുത്തൊക്കെ വരുമ്പോ ഈ ആനപ്പിണ്ടത്തിന്റെ ഒരു കലർന്നിട്ടുള്ള ഒരു സ്മെല്ല. ഗ്രൂപ്പ് ഉണ്ടാവാറ് ഒറ്റയാലുണ്ടാവാറ്? ഒറ്റയ്ക്കും കാണാറുണ്ട്, ഗ്രൂപ്പായിട്ടും കാണാറുണ്ട്. കൂടുതലായിട്ടും ഗ്രൂപ്പായിട്ട് കണ്ടിട്ടുള്ള. ഇപ്പൊ സ്മെല്ല് ഉണ്ട്. ഒരു ചെറിയൊരു സ്മെല്ല് കിട്ടിയിരുന്നു. ചിലപ്പോ കുറച്ച് അകലൊക്കെ നിക്കണതായിരിക്കാം സ്മെൽ ഇങ്ങനെ കിട്ടുകയാണെങ്കിലേ. ബന്ധേക്കിന്റെ മരല്ലേ, അവിടെ കയറിയപ്പോഴാണ് ചെറിയ സ്മെല്ല് കിട്ടിയത്. ഒരു റിസ്ക് ഇല്ല. നമ്മള് ഇങ്ങനെ ട്രക്കിങ്ങിന് പോകുമ്പോ കാണാറുള്ളത് തന്നെ. ആന അവിടെ നിൽക്കട്ടെന്ന് വെച്ചിട്ട് നമ്മൾ ആനേനെ കാണും, തിരിച്ച് നമ്മള് വേറെ വഴി കൂടെ കയറി കൊണ്ട് വരും. ഇന്ന് വരെ ആയിട്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എനിക്കും കിട്ടിട്ടോ. ചിലപ്പോ കുറച്ച് അകലെ ആയിരിക്കാം. അത് ചെറിയ കാറ്റ് വഴിക്ക് സ്മെല്ല് കിട്ടിക്കൊണ്ടിരിക്കും. ഇതുവരെ ചെറിയൊരു ഇളം കാറ്റ് വീശി കഴിഞ്ഞാലേ ആ കാറ്റത്ത് സ്മെല്ല് കിട്ടിക്കൊണ്ടിരിക്കും. ഇറങ്ങി വരാൻ പറ്റും എനിക്ക്. ആനൊക്കെ ഇതൊക്കെ പെട്ടെന്ന് ഇറങ്ങും. ഇങ്ങനത്തെ ചെരിവുകളൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കിളി പോവും. ഓടി മാറൊന്നും വേണ്ട. നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഈ കാടിൻ്റെ തന്നെ ഇഷ്ടം പോലെ വഴികളുണ്ട്. ഒട്ടുമിക്ക വഴികളും ഞങ്ങള് ഗൈഡുമാർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. വഴുക്കാൻ ചാൻസ് ഉണ്ട്. നോക്കി കയറിയാൽ മതിട്ടാ. ചെറിയ സ്ലിപ്പ് ഉണ്ട് കേട്ടോ. വഴുക്കണ്ടത് ഇവിടെ ഒക്കെ ചവിട്ടി കഴിഞ്ഞാൽ നല്ല വഴുക്കില്ല. അയ്യോ തന്നെ ഉണ്ടാകാം. ഇത് പല പല കാടുകൾ കണക്ട് ചെയ്ത് കിടക്കുന്ന കാടാണ്. ഈ മലയുടെ തൊട്ട് ബാക്കിൽ വരുന്നത്, ഈ മലയ്ക്ക് മുകളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഡാം പീച്ച് ഡാം, മംഗല ഡാം. മുകളിൽ കയറി നിന്ന് നമുക്ക് കാണാം. ഇതടക്കം 3 ഡാം കാണാൻ പറ്റും. ഒന്ന് പീച്ച് ഡാം കാണാം, മംഗല ഡാമും കാണാം, പിന്നെ ഈ ചിമ്മിനി ഡാമും കാണാൻ പറ്റും. പിന്നെ ഒറ്റ സെന്ററിൽ വരുന്നത് നെല്ലിയാമ്പതി സ്ഥലമാണ്. ഈ സൈഡൊക്കെ വരുന്നത് അതിരപ്പിള്ളി ആ സെക്ഷനാണ്. ഈ സെക്ഷനിലേക്ക് വരുമ്പോ
പിന്നെ കുറച്ച് അങ്ങോട്ട് മറിഞ്ഞ് പറമ്പുള്ള സെക്ഷൻ അങ്ങനെയാണ് വരുന്നത്. ഈ കാടിന്റെ കണക്ട് ചെയ്ത് കിടക്കുന്നത്. ശരിക്കും ഇവിടെ കടുവ ഉണ്ടെന്ന് പറയണല്ലേ? ആ, കടുവ തൊട്ട് തുടങ്ങും ഇവിടെ സ്റ്റാർട്ടിങ്. നമുക്കതിന്റെ ഫിംഗർ പ്രിന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കാട്ടിൽ നമ്മൾ ക്യാമറ ഒക്കെ വെച്ചിട്ട് അതിൽ ക്യാമറയിലൊക്കെ കിട്ടിയിട്ടുണ്ട് കടുവ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ. ഇല്ല, ഇപ്പൊ വെക്കാറില്ല. ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിലിറങ്ങിയിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ? ഇല്ല, നാട്ടിലിറങ്ങിയിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പുലി ഇറങ്ങിയിട്ട് ഇടയ്ക്ക് പട്ടീനെയും പശുവിനും ഒക്കെ പിടിക്കാറുണ്ട്. കൂടുതലായിട്ട് ഈ കന്നുകാലികളാണ് പിടിക്കാറ്. നോക്കിയാണോ കേട്ടോ. ഇത് വെന്തേക്കാണ്. ഈ മരം സ്ട്രൈറ്റ് വെന്തേക്ക് തേക്കിന്റെ വേറൊരു ഇത് കാട്ടിലെ നഗ്നസുന്ദരി എന്നൊക്കെ പറയും. വെന്തേക്കാണത്. വെള്ളച്ചാട്ടം സൗണ്ട് കേൾക്കുന്നല്ലോ. അത് ചെറിയൊരു അരുവിയാണത്, വലിയ വെള്ളച്ചാട്ടമല്ല, ചെറുതാണ്. സ്മെല്ല് ഇല്ലല്ലേ? ഇല്ല. ആ ആൽമരം കണ്ടില്ലേ? ആ ആൽമരത്തിന്റെ ഉള്ളിൽ വേറൊരു മരം കൂടി ഉണ്ട്. ഇരുളുണ്ട്. അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഇരുളാണ്. ആ ഇരുൾമരായിരുന്നു ആദ്യം ഉണ്ടായത്. അതിനുശേഷമാണ് ഈ ആൽമരം അതിലേക്ക് പറ്റി പടർന്ന് നിൽക്കുന്നത്. ആ ഇരുൾമരത്തിന് കിട്ടണ ഭക്ഷണ സാധനങ്ങളൊക്കെ ഈ ആൽമരം എടുത്തോണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ആ ഇരുൾമരം ഒന്നല്ലാണ്ടായി തീരും. ഈത്തൽകണ്ണി പോലെയാണോ ആൽമരം? അപ്പോ അങ്ങനെ പറയാന്ന് വെച്ചാൽ ഇത്തിൽക്കണ്ണില് അതിനെ പറ്റി വലിയ അറിവില്ല. ഇത് ബാനിയൻ ട്രീ ആണ്. അല്ല, സാധാരണ ഇത്തിൽകണ്ണിയല്ല അങ്ങനെ പൊട്ടി പിടിച്ചിട്ട്. പക്ഷെ ആൽമരം അതുപോലെ ഇതിലും അങ്ങനെയാ. ഇതിലങ്ങനെയാണ്. അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഇരുളെന്ന് പറഞ്ഞ മരം തന്നെയാണ് ഈ ആൽമരം. ആ ഇരുൾമരത്തിന് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ആ ഇരുൾമരം ഒന്നല്ലാണ്ടായിട്ട് മാറും. ഇത് നടപ്പാ അതിനുള്ളേ? ഇത് ട്രക്ക് പാത്ത് എന്ന് പറയും. ഇത് നമ്മളെല്ലാ കൊല്ലം ഇത് വൃത്തിയാക്കണതാണ്. ഇത് ട്രക്കിങ്ങിന് വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കിയൊരു വഴിയാണത്. പെട്ടെന്ന് വല്ല അത്യാവശ്യം വന്ന് അവിടെ നിന്ന് വല്ലവരും വരും ഇങ്ങോട്ട്? എവിടുന്നാ? അവിടുന്ന് നമ്മൾ പോകുന്നിടത്തുനിന്ന്? ഇല്ല, അങ്ങനെ അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അങ്ങനെ അതിട്ട് അത്യാവശ്യം ഉണ്ടാവാറില്ല പെട്ടെന്ന്. നമ്മൾ പോകുമ്പോ തന്നെ ഫുൾ കാര്യങ്ങൾ പറഞ്ഞിട്ടാണല്ലോ. ഇപ്പൊ കിട്ടുന്ന മണം എന്നിട്ടാ അത് ചെടികളുടെ സ്മെല്ലൊക്കെ. ഇത് ആനവരൊന്നും സ്മെല്ലല്ല. വഴിയാ? ഇത് വഴിയല്ല, മഴ പെയ്തപ്പോ വെള്ളം ഒലിച്ചു വന്ന് ഇടിഞ്ഞിറങ്ങണ മണ്ണിടിഞ്ഞാണല്ലേ? മണ്ണിടിഞ്ഞത്. കൊട്ടഞ്ചിലോ ബ്രോ എന്നെ വന്നാൽ മതി. എനിക്ക് അങ്ങനെ വരാൻ പറ്റില്ല. എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രക്കിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ
അവിടെ ഉള്ള ആൾക്കാരില്ലേ ആ 3 ട്രിപ്പ് കഴിയാണ്ട് എനിക്ക് കയറാൻ പറ്റില്ല. അങ്ങനെയാണല്ലേ? എനിക്കിപ്പോ അങ്ങനെയാണ് ഈ പിന്നെ ഇതിന്റെ അങ്ങനെയാണ് മാറി 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 മാറി. അപ്പോൾ അവർ 3 ട്രിപ്പ് കഴിയാണ്ട് അവിടെ ഇപ്പോൾ 4 പേരുണ്ട് ഡ്യൂട്ടിക്ക്. ആ 4 പേര് 3 ട്രിപ്പ് കഴിയണം. എന്നാലാണ് എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇത് കയറണ ഇതല്ല കയറണ്ട, ഈ സൈഡ് കൂടെയാണ്. വഴുക്കലിന്റെ വേദന. 2 കട ഉണ്ട്. ഫുഡ് അവിടെ ഈ ചെറിയ കൊള്ളി ബീഫ്, ഈ കൊള്ളി മുട്ട മിക്സ്ഡ് അങ്ങനെ കിട്ടുള്ളൂ. പിന്നെ ഈ വട്ടമരം കണ്ട, ഈ വട്ടമരത്തില് ഒരു ചെടിയിലൊരു ഭാഗം കണ്ട, അത് ഈ ആന ഈ സൈഡ് വശം കൊണ്ട് ഒരയ്ക്കുന്ന ഇതാണ്. കടുവ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂടുതൽ അനിമൽസ് ആണ്. അത് ഒറ്റയ്ക്ക് തന്നെ വേട്ടയാടി ചിലതിനൊക്കെ പുലി പിടിക്കും. 2 ദിവസം മുന്നേ അവിടെ ഒരു പോത്തിന് പുലി പിടിച്ചിട്ടുണ്ട്. അത് വെള്ളത്തിൽ കിടക്കണ്ടായിരുന്നു 2 ദിവസം മുന്നേ.